എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലിബറൽ 2024 സീസൺ 2 ആരംഭിക്കുകയാണ്. ഞാനെങ്ങനെ യുക്തിവാദിയായി എന്ന പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് സന്ധ്യ മാളിയേക്കലാണ്. നേരിട്ട് സന്ധ്യയോട് തന്നെ തൻ്റെ യുക്തിവാദ ജീവിതത്തെ പറ്റിയിട്ട് ചോദിച്ചറിയാം. നമസ്കാരം മാഡം. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം നമ്മൾ പലപ്പോഴും പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് യുക്തിവാദികൾ എന്ന് പറയുന്ന വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർക്കും കൂടി ഉള്ളൊരു സ്പേസാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പം പ്രമുഖ ഒരു സിനിമാ നടൻ പറഞ്ഞതുപോലെ ഇപ്പം ചന്ദ്രനിലേക്ക് ആൾ പോയിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്, ഭൂമി ഉരുണ്ടിരിക്കണമെന്നതിന് തെളിവില്ല, ഇങ്ങനെയൊക്കെ പറയുന്നിടത്താണ് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള യുക്തിവാദികളും ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാമിന് നമ്മളെ സംബന്ധിച്ചുള്ളൊരു വളരെ പ്രസക്തി ഉണ്ട്. യുക്തിവാദപരമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയും കൂടിയാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ആദ്യമായിട്ട് മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഒരു വിശ്വാസ കുടുംബത്തിലാണോ ജനനം? അതെ, വിശ്വാസികളായിരുന്നു എൻ്റെ സിബ്ലിങ്സ്, ഫാദർ മദറൊക്കെ. പക്ഷേ ഫാദർ അധികം അങ്ങനെ അമ്പലത്തിലൊന്നും കണ്ടിട്ടില്ല. അപൂർവമായിട്ടൊക്കെ വല്ലപ്പോഴും ആകെ എൻ്റെ ലൈഫിൽ തന്നെ അവിടെ ജീവിച്ചിരുന്ന സമയത്ത് ആകെ 2-3 തവണ അങ്ങനെ ഫാദർ അങ്ങനെ അമ്പലത്തിൽ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വിശ്വാസപരമായ കാര്യങ്ങൾ. പക്ഷേ വീട്ടിൽ വല്ല ഓണം, വിഷു അങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങളിൽ ഈ പൂജ, അതുപോലെയുള്ള പൂജയല്ല, അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ കാരണന്മാർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ പതിവ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വദേശം മലമക്കാവ് എന്ന് പറയും, പാലക്കാട് ജില്ലയിലെ മലമക്കാവ്. അപ്പോൾ അതായത് അത്ര വിശ്വാസമല്ല, ഒരു യാഥാസ്ഥിക കുടുംബമല്ല, എന്നാൽ ലിബറലായിട്ട് അതുണ്ട്. ബാക്കി സിബ്ലിങ്സൊക്കെ അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ മാഡം ഈ കുഞ്ഞുനാളിൽ ഒരു ദൈവവിശ്വാസി ആയിരുന്നോ? ഏറ്റവും ചെറുതാകുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ ദൈവവിശ്വാസി, ഒട്ടും വിശ്വാസിയല്ല, അവിശ്വാസിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഓർമ്മയിലാണ് അമ്പലത്തിൽ, പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിമാരുടെ കൂടെ, അതല്ലെങ്കിൽ സിബ്ലിങ്സിനെ, ഞങ്ങളുടെ എൽഡർ സിസ്റ്ററുടെ കൂടെയൊക്കെ പോകണേ. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരണം, അവിടെ പോയിട്ട് അമ്പലത്തിൽ നോക്കിയേക്കുമ്പോൾ ഒരു പ്രതിമ അല്ലെങ്കിൽ വേറെ കുറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അല്ലാതെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചെയ്യണമെന്ന് നോക്കിക്കുക, ഈ പ്രതിമയൊക്കെ നോക്കിയിരിക്കുക, ഇതൊക്കെയാണ് പണി. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അതാണ്. അപ്പോൾ നമ്മളടുത്ത് നിൽക്കുമ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കൈകൂപ്പി നിൽക്കാൻ പറയുമ്പോൾ ഇത് നോക്കി നിൽക്കുമ്പോൾ കൈകൂപ്പി നിൽക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് എൻ്റെ ഓർമ്മയിൽ ഒരു 5 വയസ്സിന് മുമ്പുള്ള ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇങ്ങനെ ചേച്ചി പറയുമ്പോൾ ഇങ്ങനെ കൈകൊപ്പി നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ കണ്ണ് തുറന്നിട്ട് കൈകൊപ്പി നിന്നിട്ട് എല്ലായിടത്തും നോക്കും. അപ്പോൾ പ്രാർത്ഥിച്ചോന്നറിയും. എന്താ പ്രാർത്ഥിക്കേണ്ടത് വെച്ചാൽ അച്ഛനമ്മ സുഖമായിരിക്കണേ, അച്ഛനമ്മയ്ക്ക് നല്ലത് വരുത്തണേ, ഇതൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പറയുക. അപ്പോൾ നമ്മൾ അത് കേട്ടിട്ട് അതേപടി ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കൊരു വിശ്വാസി അല്ല എന്ന് പറയും. അത് ഞാൻ മാത്രമല്ല, അഭിപ്രായത്തിൽ ഒരു കുട്ടി ആയിരിക്കില്ല എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ഒരു 5 വയസ്സിലുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നീട് ഇത് വയസ്സ് കൂടി വരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് വിശ്വാസം, അത് മറ്റുള്ളിടത്തു നിന്ന് നമ്മളെ ഫാമിലീസിലായാലും മറ്റുള്ളിടത്തു നിന്നും കേൾക്കുന്ന കഥകളിലൂടെയാണ് നമ്മളത് ആ വിശ്വാസം നമുക്ക് വന്നു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നോ? ഞാൻ ഉദ്ദേശിച്ച ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ എങ്ങനെയായിരുന്നു മാഡം? 10ാം ക്ലാസ് ആയപ്പോഴും ഇങ്ങനെ വിശ്വാസിയായിരുന്നു, പക്ക വിശ്വാസിയായിരുന്നു? അല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള മൈൻഡൊന്നും വരില്ല, പേടിയാണ് വരിക. അല്ലാതെ എന്ത് ചെയ്യണം? അപ്പൊ പേടിയുടെ പുറത്ത് ചിലപ്പോൾ വല്ലാതെ പേടി കൂടുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുക, അയ്യോ ഒന്നും പറ്റല്ലേ എന്നുള്ള മുകളിലൊരു ശക്തി ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ അങ്ങനെ വന്നു തുടങ്ങി. പിന്നെ അല്ലാതെ അതേ കഥകളിലൂടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഈ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഫിസിക്സിന് ഇത്ര മാർക്ക് കിട്ടണം, കെമിസ്ട്രിക്ക് ഇത്ര, ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ, ഞാൻ 7ാം ക്ലാസ് മുതലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫിസിക്സിന്, കെമിസ്ട്രിക്ക് ഇത്ര മാർക്ക്, ബയോളജിക്ക് ഇത്ര മാർക്ക്. പിന്നെ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് പാസ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ഞാനങ്ങനെ അങ്ങനെ ദൈവത്തിനോട് പറഞ്ഞു. കാര്യം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നും ആൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും അതിനനുസരിച്ച് പേനയൊക്കെ പൂജിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ല. അത് പഠിക്കാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ, പഠിച്ചു കഴിയാത്തതാണെങ്കിൽ, അപ്പോൾ ആ സമയത്ത് അയ്യോ ഇതിൽ പാസ്സാവില്ലല്ലോ, ഇതിനിപ്പോൾ എന്തെഴുതും, അങ്ങനെ ആ ക്വസ്റ്റ്യനെ കുറിച്ചുള്ള മെൻ്റലാണ്, അതാണ് തിങ്കിങ്ങിൽ വരിക. അല്ലാതെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ രീതി പറഞ്ഞുള്ള പ്രാർത്ഥന ഇല്ല. പേടി കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ള പേടി കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിച്ചു പോകാറ് ആ സമയത്ത്.
അപ്പോൾ ഈ സ്കൂളിലൊക്കെ ഉള്ളപ്പം സ്കൂളിലെ ഈ സഹപാഠികളും അധ്യാപകരും ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജനനം ഒരു 90s അപ്പോൾ 90 അപ്പോൾ ആ സമയത്ത് അത്ര തീവ്ര വിശ്വാസം അങ്ങനെ സ്കൂളിൽ കൂട്ടുകാർക്കിടയിലൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ആ പ്രായത്തിലുള്ളത് തോന്നുമില്ല, നമുക്കൊക്കെ സ്വാഭാവികമായിട്ടല്ലേ തോന്നുള്ളൂ. ഇങ്ങനെ ഫ്രണ്ട്സ് പ്രാർത്ഥിക്കണോ, അമ്പലത്തിൽ പോകണോ, അതുപോലെ പുസ്തക പൂജയ്ക്ക് വെക്കണോ, അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കോമൺ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങൾ, ആവശ്യത്തിന് വേണ്ട സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ അന്ന് കണ്ടിരുന്നുള്ളൂ. പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്? നമ്മളത് ഇങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തിലോട്ട് വന്നത് ഏത് സമയത്തായിരുന്നു? അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെയുള്ള കാര്യങ്ങളിൽ മുഴുവൻ നമ്മൾ റിയലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ഒരു നോർമൽ എന്തെങ്കിലും അസുഖം വന്നാൽ പോലും നമ്മളതിൻ്റെ റീസണോ സൊല്യൂഷനോ അല്ല കാണാം. അപ്പോൾ ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഇതൊരിക്കലും അവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. എന്താണ് ഇപ്പോൾ ഒരു നീർവീഴ്ച വന്നാലോ അല്ലെങ്കിൽ ഒരു പനി വന്നാലോ അതിൻ്റെ റീസണോ സൊല്യൂഷനോ അവിടെ കണ്ടെത്തുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാവില്ല, അതൊക്കെ ദൈവത്തിൽ ചാരി വെക്കുക. അപ്പോൾ ഇതൊരിക്കലും മാറണില്ല. അപ്പോൾ അങ്ങനെയാണ് അത് എൻ്റെ വീട്ടിലും പൊതുവെ സൊസൈറ്റിയിലും ഒക്കെ കണ്ടപ്പോഴാണ് അങ്ങനെ ചെറുതായിട്ട് തിരുത്തി അത് ചെറുപ്പത്തിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാക്ക് കെട്ടി എന്നൊക്കെ പറയുമല്ലോ ആളുകൾ, കോമൺ ആയിട്ട് ഞങ്ങൾ അവിടെയൊക്കെ പറയുന്നുണ്ട്, കരിനാക്കുള്ളവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ അവിടെ വീട്ടിലെന്തെങ്കിലും വൈകുന്നേരം ഒരു ചുമ വന്നാൽ പോലും പറയും അത് അവിടെ നിന്ന് പ്രാക്ക് കിട്ടിയതാ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ആളുടെ നാവിൽ കിടക്കുന്ന ഒരു കറുത്ത ഇത് എങ്ങനെ ഈ വീട്ടിലിപ്പോൾ ഒരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കടുംപിടുത്തം പിടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അച്ഛനെ പേടിക്കണം, മുതിർന്നവരെ പേടിക്കണം, അങ്ങനത്തെ ശാസനകളൊക്കെ ഉണ്ട്. യാഥാസ്ഥിതിയാണ്, അമ്പലത്തിൽ പോകില്ല, പക്ഷേ കടുത്ത വിശ്വാസികളല്ല, എന്നാലും പ്രായത്തെ ബഹുമാനിക്കണം, അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസൊക്കെ പറയാറുണ്ട്, സ്ഥിരം കേൾക്കാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഏത് പ്രായത്തിലാണ് ഈ ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും വെടിയുന്നത്? പൂർണ്ണമായിട്ടും ഞാൻ വിശ്വാസം വേണ്ടെന്ന് ഞാൻ എൻ്റെ മാരീഡൊക്കെ അനുബന്ധിച്ച ആ സമയത്താണ്, അതിന് കുറച്ച് വർഷം മുമ്പാണ്. അപ്പോൾ കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ടാണോ? സത്യം പറഞ്ഞാൽ ഞാൻ കോളേജ് ലൈഫ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ഇത്തരം വിശ്വാസങ്ങളിലും കാര്യങ്ങളൊക്കെ ഫലമായിട്ട് തന്നെ എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കുറേ വർഷം. അപ്പോൾ അതിനുശേഷം കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാനും മറ്റുള്ളതിനൊക്കെ പുറമെ പോകുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ നമ്മളൊരു ഈ ഒരു യുക്തിവാദ ചിന്തയിലോട്ട് വന്നതിന് ശേഷം ഇത് വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇങ്ങനെ അറിഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്? അതെങ്ങനെയാണ്, ഇത് എപ്പോഴായിരുന്നു? ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ പ്രപ്പോസലൊക്കെ വന്നിരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് വേണ്ട, എനിക്ക് ജാതകമൊന്നും നോക്കാതെ, ജാതിയോ ജാതകം അതൊന്നും നോക്കാതെ ഉള്ളൊരു ലൈഫ് മതി എന്ന് ഞാൻ പറയാറുണ്ട്. അച്ഛനോട് പറയാൻ അന്നൊക്കെ പേടിയായിരുന്നു. അച്ഛനെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് പേടിയാണ്. അപ്പോൾ അച്ഛൻ അടിക്കുക അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് മാത്രം നിൽക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത് പേടിയായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു, ബ്രദറിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ വീട്ടിൽ മറ്റുള്ളവർ ആരോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പത്രവായന അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് അങ്ങനെ കൂടുതൽ സ്ഥലത്തൊന്നും അങ്ങനെ പോയിട്ട് അനുഭവമില്ല. അപ്പോൾ ഫേസ്ബുക്കൊന്നും അങ്ങനെ അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങളുടെ സമയത്ത് ഓർക്കുട്ടൊക്കെ ആയിരുന്നു, ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള സമയത്ത്. അപ്പോൾ ഏത് മീഡിയ വഴി എനിക്ക് അങ്ങനെ ഒരു നോളജ് എനിക്ക് കിട്ടുന്നില്ല. ആകെ വീട്ടുകാരുടെ അടുത്ത് അങ്ങനെ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇതിനോട് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ളവർ വരാം ചിലപ്പോൾ, പക്ഷെ ആരും എന്നാലും സ്ത്രീധനമൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സ്ത്രീധനൊന്നും വേണ്ടാന്ന് വെക്കുന്നവരൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് പറയാറ്. പിന്നെ ഞാൻ സ്റ്റേണായിട്ട് നിലപാടെടുത്തു. പിന്നെ ഒരു ദിവസം ദേശാഭിമാനി പേപ്പറിലാണ് ഇൻ്റർ മാരേജ് അതിൻ്റെ സർവീസിങ് നടത്തുന്ന എറണാകുളത്തുള്ള ഒരാളായിരുന്നു, ഇൻ്റർ കാസ്റ്റ് മാരേജ് നടത്തുന്നത്. അപ്പോൾ അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു, അവരെടുത്ത് വിളിച്ചു. അപ്പോൾ എൻ്റെ പാർട്ട്ണറും അവിടെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. വിവാഹം എങ്ങനെയാണ് ബന്ധുക്കൾ സഹകരിച്ചത്, അച്ഛനും അമ്മയും
വിവാഹത്തിന് ആദ്യമൊന്നും ഒട്ടും സഹകരിച്ചിരുന്നില്ല. പിന്നെ ബന്ധുക്കളൊക്കെ സഹകരിച്ചിരുന്നു. അപ്പോൾ അവരുടേതായ രീതിയിലാവണം എന്ന് അവർ കുറേ ഫോഴ്സ് ചെയ്തു. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുത്തില്ല. ഞങ്ങളുടെ സ്റ്റേണായിട്ടുള്ള നിന്ന് തലയും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവരുടെ അജണ്ടകളും കൂടി കുറച്ചെങ്കിലും പാലിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ചടങ്ങുകളൊക്കെ എന്തായാലും വേണ്ടാന്ന് വെച്ചിട്ട് അത്രയും ഇതിൽ ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളെ ക്ഷണിക്കുക എന്നുള്ളതായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10 പേരൊക്കെ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു 10 പേരൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർ കുറച്ചധികം പേരൊക്കെ അവർ ക്ഷണിച്ചു, അവരുടെ ഇതിൽ കൊണ്ടുപോയി. എന്താ വെച്ചാൽ നമ്മളെ കല്യാണത്തിൻ്റെ ആ ദിവസം നമ്മൾ ബിസി ആവുമല്ലോ. അപ്പോൾ അവരാണ് കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നത്. കാര്യം സ്വാഭാവികമായിട്ട് അതിൽ അവർ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാനില്ല. കാര്യം കുറച്ച് പേരെ വിളിച്ചിട്ട് ചടങ്ങുകളൊന്നും നടത്തണ്ട എന്നുള്ളതിൽ അവരും കോംപ്രമൈസ് ആയില്ല. ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല, എൻഗേജ്മെന്റ് അത്തരം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇവിടെ ഞാനും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് ഇവിടെ നിന്ന് കുറച്ച് പേര് ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ. ഹസ്ബൻഡും ഈ പറഞ്ഞതുപോലെ ഇതേ ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. ഇവിടെ വന്നപ്പോൾ ആളുടെ കയ്യിൽ ഇടമറകിന്റെ പുസ്തകങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ അറിയുന്ന പോലെ ഞാൻ ഇവിടെ വന്നിട്ട് അത്ര കൂടുതലായിട്ട്. അതെ. അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുക്തിവാദം നമ്മളെ ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുടുംബമായിട്ടാണ്, ഫാമിലി ആയിട്ട് ഞാൻ ഇപ്പോഴാണ് ഞാൻ അങ്ങനെ താമസിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ച് അടുക്കളയിലാണെങ്കിലും ഗൃഹഭരണം നടത്തുന്നു എന്നുള്ള രീതിയിൽ സാധാരണ പെൺകുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴാണ് ശരിക്കും പേടി വേണ്ടത്. പക്ഷേ എനിക്കിപ്പോഴല്ല, പണ്ടായിരുന്നു പേടി. ഇപ്പോട്ടും പേടിയില്ല. ഇപ്പം എന്താ വെച്ചാൽ ഒരു ചമ്മന്തി ആണെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഇന്നതിൽ പറഞ്ഞാൽ വീട്ടിലൊരു പ്രശ്നമില്ല, അത് അങ്ങനെ പൊക്കോളും. പക്ഷെ അന്ന് അങ്ങനെയല്ല, എൻ്റെ ഇഷ്ടത്തിന്. ഞാൻ കുറച്ച് വർഷം അമ്മയ്ക്ക് നല്ല ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് തടിയുള്ള കൂട്ടത്തിലായിരുന്നു അന്ന്. എൻ്റെ സിബിലിങ്സൊക്കെ നല്ലതായിട്ട് സ്കെൽട്ടായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ തലയിലായിരുന്നു കൂടുതലും ജോലിയൊക്കെ വന്നിരുന്നത്. പിന്നെ എൻ്റെ എൽഡർ സിസ്റ്ററുണ്ട്, ആളുടെ പിന്നെ പ്രസവം കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ വിരുന്നുകാർ വരിക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാചകം ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം എനിക്ക് അത്തരം ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. പിന്നെ നമുക്കൊരു ദിവസം രാവിലെ എണീറ്റില്ലെങ്കിലും നമുക്കുള്ള ഫുഡും കൂടി അവിടെ ആള് ചെയ്യും, പാർട്ണർ ചെയ്യും. ഇതുകൊണ്ടുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ, കോട്ടങ്ങൾ, അതായത് ബന്ധുക്കളെ വെറുപ്പിക്കൽ, അങ്ങനെയുള്ള കോട്ടങ്ങൾ ഇതാണ്, യാഥാസ്ഥിതികരായ ബന്ധുക്കൾ കൂടെ നിൽക്കില്ല. പക്ഷേ അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പാണ് ഞാൻ അത്തരം ഒറ്റപ്പെടൽ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലെ സാഹചര്യങ്ങളും ഇത്തരം കടമ്പിടുത്തങ്ങളും ഒക്കെ ആകുമ്പോൾ അതിനെ എതിർത്തിട്ടൊക്കെ നിൽക്കുമ്പോൾ അവരുടെ അടുത്തു നിന്നായിരുന്നു എനിക്ക് കൂടുതൽ, അന്നായിരുന്നു ഞാൻ കൂടുതൽ ഒറ്റപ്പെട്ടത്. അപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ ഫാമിലി കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒറ്റപ്പെടലും ഇപ്പം എനിക്ക് നോ പ്രോബ്ലം. ഈ ഒരു ആശയം പ്രചരിപ്പിച്ചത് കൊണ്ട് ഏതെങ്കിലും സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളൊരു ഉറ്റ സുഹൃത്ത് ഇങ്ങനെ നമ്മൾ ഈ ഒരു വിശ്വാസമില്ലായ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അങ്ങനെ ഏതെങ്കിലും സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് എൻ്റെ പാർട്ട്ണറും എൻ്റെ മോളും തന്നെയാണ്. ഞാനതല്ല, ഇത് കഴിഞ്ഞ് നമുക്കൊരു കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് പേര്. കളിക്കൂട്ടുകാർ പറഞ്ഞാൽ അത് മുന്നേ ബ്രേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ പെൺകുട്ടികൾ മാത്രമായിട്ടാണല്ലോ അധികം കൂട്ടുകൂടുള്ളൂ. അപ്പോൾ ആ പ്രായത്തിലൊക്കെ അപ്പോൾ അവരൊക്കെ മാരേജ് കഴിഞ്ഞ ആ സമയത്ത് അന്ന് ഫോൺ അതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർ എൻഗേജ്ഡ് ആയിട്ട് പല വഴിക്ക് പോവും, കമ്മ്യൂണിക്കേഷനൊക്കെ കുറയും. നമ്മളും അത് ഉൾക്കൊണ്ട് അങ്ങനെ നിൽക്കും. അല്ലാതെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ അങ്ങനെയില്ല. പിന്നെ എനിക്ക് പിന്നെ ഇത് സാഹചര്യത്തിൽ പോയി അവിടെ ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കും, അത് എൻജോയ് ചെയ്യും. പിന്നെ ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതൽ എനിക്ക് എപ്പോഴും ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലൊക്കെ വേറെ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കില്ല. ഞാൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനത്തെ ഹിന്ദി, ഇംഗ്ലീഷ് അതൊക്കെ ഒന്ന് ഫ്ലോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റഡിയും ഒക്കെയാണ്. അതൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകണം. അപ്പം മറ്റുള്ള ചിന്തിക്കാൻ സമയം കിട്ടില്ല. ഇപ്പം സാധാരണ ഒരു സ്വതന്ത്ര ചിന്തക അല്ലെങ്കിൽ യുക്തിവാദി ആകുക എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു വെല്ലുവിളിയാണ്, ഒരു ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി ലേഡീസിന്
അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും അല്ലേ? കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എന്നാലും അവർക്കൊരു ഈസിയാണ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ അപേക്ഷിച്ച്, സ്ത്രീകളെ അപേക്ഷിച്ച്. അതിനെങ്ങനെ വിലയിരുത്തുന്നു? ഈ ലേഡീസ് ഈ ഒരു മേഖലയിലോട്ട് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കാം? അത് എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ സാരി യൂസ് ചെയ്യാത്തതോ, അന്ന് ഞാൻ സാരി ഉടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇത് അതൊന്നും ആർക്കും ഒരു പ്രോബ്ലം അല്ല. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകണം. അതുകൊണ്ട് ഈ പൊട്ട് എൻ്റെ നെറ്റിയിൽ വീട്ടിൽ നിന്ന് വെച്ച് പോയാൽ എൻ്റെ നെറ്റിയിൽ അങ്ങനെ പൊട്ടിരിക്കില്ലേ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഊണഴിച്ചൊന്ന് മുഖം കഴുകണം. അതുപോലെ കണ്ണെഴുതുന്നതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എനിക്കൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്നും അങ്ങനെ നെറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും അന്ന് ആർക്കും അങ്ങനെ നെവർ പ്രോബ്ലം. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആണ് ഇതൊക്കെ ഇവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ നടന്നാൽ പറ്റില്ല, ഇങ്ങനെ വേണം എന്നുള്ള. അപ്പോൾ നമ്മുടെ ഫ്രീഡം ഇല്ല, അതാ വേണം. അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ളവർ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബന്ധുക്കളാണ് കൂടുതൽ ഇതിന്. അതെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഇതൊന്നും ചെയ്യണ്ടല്ലോ. അവർക്കാകെ കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ഒരു റിങ് മാത്രമായിരിക്കും. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. പിന്നെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ താലിച്ചരട് കണ്ടില്ലെങ്കിൽ, താലിച്ചേന കണ്ടില്ലെങ്കിൽ ചോദ്യം വരും. അതുപോലെ നെറ്റിയിൽ സിന്ദൂരില്ലെങ്കിൽ അതില്ലെങ്കിൽ ചോദ്യം വരും. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കല്യാണത്തിന് മുമ്പ് എനിക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല. എൻ്റെ നിരക്കതൊന്നും വന്നിട്ടില്ല. ഒരു കല്യാണത്തിനോ വേറൊരു ഫംഗ്ഷന് പോയാലും ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അതിൻ്റെ പേരിൽ അമർഷം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഒരു ഫംഗ്ഷന് പോയാൽ മുറുമുറുപ്പുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. കുടുംബത്തിൽ പാർട്ട്ണറും പിന്നെ കുട്ടികൾ ഒരാൾ എന്ത് ചെയ്യുന്നു? അവള് 9th പഠിക്കുന്നു. 9th. ഇങ്ങനെ ഈ യുക്തിവാദി അല്ല, അവള് ജനിച്ചതേ ഞങ്ങളുടെ ഇടയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അതിലേക്ക് പോയിട്ടില്ലേ അതുവരെ. ഞാൻ മാഡത്തിന് ഈ എവല്യൂഷൻ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എവല്യൂഷൻ, അപ്പോൾ കൂടുതൽ എവല്യൂഷൻ താല്പര്യം ഉണ്ടോ എന്ന് തോന്നുന്നു? എവല്യൂഷൻ ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അതിൽ അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന പങ്കുവയ്ക്കുകയും ചെയ്യാം, അറിയാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യും. അത്രയാണ്. അങ്ങനെയുണ്ട്. ഈ നാളൊരു കാലത്ത് ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കണം എന്നാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പം തെളിവില്ല എന്തായാലും. വിശ്വസിക്കുന്നതിൽ പ്രയാസമില്ലല്ലോ. ഇല്ല, തെളിഞ്ഞാൽ വിശ്വസിക്കും. തെളിയണം. അത് ദൈവം ഉണ്ടെന്ന് കണ്ടിട്ട് കാണിച്ചു തരണം. എന്താണ് പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്താണ് അല്ലാതെ ഇപ്പോൾ എനിക്കൊരാൾ, ഇപ്പോൾ പലരും പറയാറുണ്ട് എനിക്ക് ലോട്ടറി അടിച്ച് എനിക്ക് വിശ്വാസമുണ്ട്, ലോട്ടറി അടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ വിശ്വസിക്കണം പറ്റില്ലല്ലോ. ഒരാൾക്ക് അടിച്ചു പറഞ്ഞാൽ അത് അപൂർവം ചാൻസ് കിട്ടി, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചോദിച്ചാലേ, എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങനെ വിശ്വാസികളായി മാറുന്നതിൻ്റെ കാരണം എന്തായിരിക്കും മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ? എനിക്ക് തോന്നുന്നത് ദാരിദ്ര്യം ഇല്ലാതായപ്പോൾ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടായിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനാവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തപ്പോൾ ഇപ്പോൾ ഓണം, വിഷു, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓണത്തിന് വല്ലപ്പോഴും തീരെ 2 ജോഡിയിൽ ഡ്രസ്സ് അധികം ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കില്ല വീട്ടിൽ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു മെൻറ്റാലിറ്റി അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് എല്ലാവരും അങ്ങനെയാണ്, കോമൺ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്നോടിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അറിയാവുന്ന പലരും ചോദിക്കുന്ന ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ ആയിരുന്നു, എനിക്ക് പ്രശ്നമില്ല, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ വിഷുവിന്, ഓണത്തിന്, എല്ലാ ആഘോഷങ്ങൾക്കും ഡ്രസ്സ് എടുക്കുക, എല്ലാം ആഘോഷിക്കുക, അങ്ങനെയാണ്. അപ്പം മുമ്പ് അങ്ങനെ അത്രത്തോളം ആഘോഷങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സാമ്പത്തികമില്ലായിരുന്നു എന്നാണ് അന്ന് പറയുന്നത്. ഇപ്പോൾ കാശുണ്ടെന്ന് പറയുന്നു. പക്ഷേ കാശ് ഉണ്ടാക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് 8 മണി 6 മണിയാകുമ്പോഴേക്ക് ജോലി മതിയാക്കി വീട്ടിൽ വരുന്നിരുന്ന പുരുഷന്മാരൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് കഷ്ടപ്പെടുകയാണ്. അവർക്ക് രണ്ടാറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ പണിയെടുക്കുന്നത് ആരാണോ അവരുടെ അടുത്ത്, അത് സ്ത്രീ എന്നല്ല, ഇതിൻ്റെ പേരിൽ പുരുഷന്മാരും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സ്ത്രീകൾ മാത്രമാണെന്ന് പറയില്ല. ഇപ്പോൾ വീട്ടിൽ 4-5 സ്ത്രീകളാണെങ്കിൽ അതിലത്തെ ഒരു പുരുഷൻ മാത്രമേ ഈ കാഴ്ചപ്പാട് വെച്ചിട്ട് പണിക്ക് പോവുള്ളൂ. അപ്പോൾ ആള് നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല സ്ത്രീകൾ മാത്രമാണ് ഈ കാഴ്ചപ്പാടുകൊണ്ട് ബുദ്ധിമുട്ടുന്നു. അല്ല, ഈ ഒരു ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? അതന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ലാതെ ഒരു 5 വയസ്സിന് മുമ്പ് ഒരു കുട്ടികളെ വിശ്വാസത്തിലെടുക്കുന്ന പറയുമ്പോൾ ഇതന്നെയാണ്, ആ വിശ്വാസം ആർജിച്ചെടുക്കണതല്ലേ. അപ്പോൾ പക്ഷെ നമ്മൾ ഈ പാഠ്യപദ്ധതി, ഇപ്പോൾ ഉള്ള സ്കൂളിലെ കരിക്കുലംസ് ഒക്കെ അതിൽ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്ര ചിന്തയെ
അത് സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികൾ ഉൾക്കൊള്ളിക്കേണ്ടതിൽ ഉണ്ടല്ലോ, ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. അതെ, ഇപ്പോൾ കുട്ടികൾക്ക് 3 നേരം ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ നേരം ആ സമയം ശരിക്കും മനുഷ്യാവകാശങ്ങളെ കുറിച്ചോ ഭരണഘടനയെ കുറിച്ചോ അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഈ ചോദിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ വരവ് ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്തയ്ക്കും അതേപോലെ തന്നെ മതവിശ്വാസത്തിനും വഹിച്ച പങ്കെന്തായിരിക്കും? അത് കുറേ പേർക്ക് അങ്ങനെ അറിയാൻ താല്പര്യമുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഒരു വിൽ പവർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് അപകടമുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒന്നും ഉപയോഗമില്ലെങ്കിൽ, ഇതൊന്നും അറിയണമെന്നില്ലെങ്കിൽ, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇവരത് അറിയണില്ലേ. അപ്പോൾ എന്നെപ്പോലെ അപ്പോൾ പരസ്പരം ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളെപ്പോലെ നിങ്ങൾ തന്നെ ഉള്ളൂ, ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തലുകൾ വരിക. അപ്പോൾ അത്തരം കുറ്റപ്പെടുത്തൽ വരുമ്പോൾ ഇതേപോലുള്ള ആളുകളുണ്ട് എന്നുള്ളത് അറിവും, അപ്പോൾ ആ ഒരു പവർ കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ യുക്തിവാദത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ? അത് മാത്രമല്ല, ഇപ്പോൾ ഇടമൃഗ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്താണ് ഇടമൃഗമൊക്കെ വന്നിട്ടുള്ളത്. അല്ല, പക്ഷെ അന്നത്തേക്കാളും ഇപ്പോൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, ഇപ്പം യൂട്യൂബ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും തോന്നുന്നു ഇതേ ഒരു ഇൻഫ്ലുവൻസ് മതവിശ്വാസത്തിനും ഈ സെയിം മീഡിയ ചെലുത്തുന്നുണ്ട്. ഇനി ഓഡിയൻസിന് എന്തെങ്കിലും ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ടോ, ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സന്ധ്യമലയക്കലെ മറ്റേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞില്ല, എന്താ ചെയ്യുന്നവരുടെ ജോലി, ഹസ്ബൻഡിൻ്റെ ജോലി, ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ ഈ ചിന്താഗതി മാറും എന്നുള്ളത്. അതില്ല, ഒരിക്കലും മാറില്ല. അല്ല, സമ്പത്തുണ്ടായവൻ വിചാരിക്കുന്നത് എനിക്ക് സമ്പത്തുണ്ടായത് ദൈവം തന്നതാണ്, അപ്പം കൂടുതൽ അമ്പലങ്ങൾക്ക് വഴിപാടുകൾ കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും മാറില്ല. സാമ്പത്തിക എത്ര പുരോഗതി വന്നാലും അല്ലെങ്കിൽ എത്ര പിന്നിലേക്ക് പോയാലും അതൊന്നും ഇതിൻ്റെ ഒരു മാനദണ്ഡമല്ല. അതായത് സമ്പത്തില്ലെങ്കിലും അവൻ വിശ്വാസത്തിന് പിന്നാലെ പോവും, സമ്പത്ത് കൂടിയാലും അവൻ്റെ പിന്നാലെ പോവും. ഈ ശാസ്ത്രീയ വിദ്യാഭ്യാസം ആവശ്യമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരണം. ചിന്തിക്കാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവണം. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. പലപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കില്ല. ദൈവത്തിനെ കുറിച്ച് ചോദ്യം വന്നാൽ മാത്രം നമ്മൾ അത് നീ അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട, അല്ലെങ്കിൽ അവനൊരു നിഷേധിയാണെന്ന് പറഞ്ഞ് തള്ളും. അപ്പോൾ ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കാനും അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റണം. പറ്റാത്ത ഉത്തരങ്ങളുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞ് നമുക്ക് കിട്ടും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തിരയാൻ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഭിപ്രായം. പിന്നെ പേഴ്സണലായിട്ടൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, ഹസ്ബൻഡ് വല്ല ജോലിയുണ്ടോ? പേഴ്സണൽ കാര്യങ്ങൾ പിന്നെ പേഴ്സണലായിട്ട് ഇരിക്കണമല്ലോ നല്ലത്, അല്ലാതെ അത് പബ്ലിക് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ദാരിദ്ര്യം ഇല്ലാത്തതുകൊണ്ട് വിശ്വാസം കൂടുന്ന പറയുന്നത്, അത് ഇപ്പോൾ ഈ ഗുരുവായൂർ അല്ലെങ്കിൽ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിലെല്ലാം, ഗുരുവായൂർ മാത്രമല്ല ഏതായാലും അവിടെയൊക്കെ ഈ വലിയ വലിയ വഴിപാടുകൾ നടത്താൻ കാശുള്ളവരാണ് അതിന് പോവുക. കാശിഷ്ടം പോലുള്ളവർ വലിയ വില കൂടിയ വഴിപാട് നടത്താൻ പോവും. അപ്പോൾ അവരുടെ ഈ സുഖജീവിതം കണ്ടിട്ട് അതിന് താഴെയുള്ളവർ അവരുടെ കയ്യിൽ കാശുള്ളതുകൊണ്ടാണെന്നുള്ളതല്ല ചിന്തിക്കുക, ഇവരതിന് പോയി അത് ചെയ്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും കടം വാങ്ങി ഇത് പോകാൻ നടക്കണേ. അത് നമ്മുടെ ഇടയിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ആളുകളെ അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനകത്തൊരു കൂട്ടിച്ചേർക്കലുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ കാശുള്ളവൻ അതിൻ്റെ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. കാശില്ലാത്തവൻ ഏകദേശം അതുവഴിയൊക്കെ ഒപ്പിക്കാനുള്ള കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുള്ളത്, ഇപ്പം നമ്മൾ നെയ്യാറ്റിൻകര ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പൈസ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗുരുവായൂർ പോയി മോന് ചോറൂണോ തുലാഭാരത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നെയ്യാറ്റിൻകര പോയി ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ഇല്ല, ഇതിനേക്കാളും ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുണ്ട്, ഗുരുവായൂരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ അന്ധവിശ്വാസങ്ങൾ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവന് പൈസ ഇല്ലാന്നിട്ട് പോലും കടം മേടിച്ച് അവിടെ പോകാനും ഈ ആൾക്കാർ പൈസ എന്നുള്ള ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഒരു ചിന്താരീതി മാറാതെ അത് നിരന്തരമായിട്ട് നമ്മൾ ഒരു ആളുടെ നമ്മളൊരു ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്കാകും. എപ്പോഴെങ്കിലും നമ്മൾ നിരന്തരം ഇപ്പം ഞാൻ തന്നെ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നിരന്തരം കേൾക്കുമ്പം ഇത് ശരിയാണല്ലോ എന്നൊരു ചിന്ത, അത് എവിടെ നിന്നെന്ന് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങ് തോന്നിയാൽ പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും വരുമ്പോൾ അവനൊരു യുക്തിവാദിയായി കാലക്രമേണ മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ കൂടിക്കൂടി വരുന്നത് പറഞ്ഞാൽ ജനസംഖ്യയും കൂടിക്കൂടിയാണ് വരുന്നത്. ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഇതും കൂടും. പിന്നെ ഒരു കാര്യം
അല്ല, കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിനനുസരിച്ച് അഴിമതിയും കൂടിക്കൂടി വരുന്നുണ്ട്, കൈക്കൂലി കൂടിക്കൂടി വരുന്നുണ്ട്, ഈ ലഹരി കൂടിക്കൂടി വരുന്നുണ്ട്, മദ്യപാനം കൂടിക്കൂടി വരുന്നുണ്ട്. എല്ലാം കൂടി, ഒന്നും കുറഞ്ഞതായിട്ടൊന്നും ഇല്ല. കാര്യം അതിനനുസരിച്ച് നമ്മളെ ജനസംഖ്യ കഴിഞ്ഞ ഒരു 200 വർഷത്തിനിടയ്ക്ക് ഇരട്ടിയിലധികമാണ് കൂടിയത്. അതിനനുസരിച്ച് ഇത് കൂടും. പക്ഷേ എന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു ഹോപ്പുണ്ട്. ഈ പറഞ്ഞൊരു ആശയത്തോടുകൂടി, ആശയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാമെന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നു ഈ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് നമുക്കറിയാം. ഒരുപാട് ചെറുപ്പക്കാർ, പിന്നെ പലരും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് അങ്ങനെയുള്ള ധൈര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പുറത്ത് പറയാൻ പറ്റുന്നില്ല. കാര്യം അവർ ചിലപ്പം ആ ഒരു ഫാമിലിയുടെ സെറ്റപ്പിൽ അതിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരൊരു സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് വന്നതിന് ശേഷം, ഞാനും അങ്ങനെയാണ് ചെയ്തത്. എനിക്കൊരു ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവായിട്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയത്. 2010 ശേഷമാണ്. അതുവരെ ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. കാര്യം മറ്റൊരാളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സന്ധ്യയുടെ സ്ട്രഗിൾസ് പറഞ്ഞു ഒരു ഇത് വെളിപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റ് ഈ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇടപെടൽ, ആ ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ സന്ധ്യയ്ക്ക് ഒരു ജൂനിയറുണ്ട്, അതായത് മോളുണ്ട്. ആ മോൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് പാരൻസ് രണ്ടുപേരും ഇത്തരം മാലിന്യങ്ങൾ ഇല്ലാത്ത തലച്ചോറ് വഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയിൽ എന്തുമാത്രം സൗകര്യങ്ങൾ, ആ ഒരു അന്തരീക്ഷം കൊടുക്കുന്ന ഒരു ശക്തി എങ്ങനെയാണ് നമുക്കത് വിലയിരുത്താൻ കഴിയുക? അതായത് അത് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം 2 ജീവിതങ്ങൾ പറയാം, അമ്മയുടെയും മോളുടെയും. അതെ, അവളെ സംബന്ധിച്ചിപ്പോൾ സാധാരണ ഇപ്പം എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മുറ്റടിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വന്ന അമ്മ വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ വെള്ളം കൊണ്ടുവരാൻ കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് ജോലി ഇപ്പോൾ അച്ഛൻ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ കൊണ്ടു, ആ ജോലി ചെയ്യാനാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ കല്യാണത്തിന് മുമ്പ് ജോലി പഠിച്ചിരിക്കണം, അതിൻ്റെ ട്രെയിനിങ്ങൊക്കെയാണ് എനിക്ക് ചുറ്റും നിന്ന് ഫോഴ്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൂടുതലും. അല്ലാതെ പഠിക്കണം, ജോലി നേടണം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആരുടെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യണത് അടുക്കളയിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ പഠിക്കുക, ഉപ്പും മുളകൊക്കെ കൂട്ടുകൾ ശരിയാക്കാൻ പഠിക്കുക, ഇതൊക്കെയാണ് കൂടുതലും കേട്ട് വളർന്നിട്ടുള്ളത്. അല്ലാതെ ജോലി കിട്ടണം, പഠിക്കണം, അതൊന്നും ഒന്നല്ല. അപ്പോൾ പക്ഷേ എൻ്റെ മോളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അവളുടെ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളാണ് അവൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് ജോലി പഠിപ്പിക്കണമെന്ന് ആദ്യമൊക്കെ ചായ ഉണ്ടാക്കാനൊക്കെ പറയായിരുന്നു. പക്ഷേ വീട്ടിൽ വരുന്ന ബന്ധുക്കളൊക്കെ പലരും ആ പെൺകുട്ടിയല്ലേ എല്ലാം അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഞാനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരു വിസിറ്റർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, മോളെ ഒന്ന് ചായ ഇടുന്ന് പറഞ്ഞാൽ അവൾ ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ അതും ചെയ്യുമായിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ പെൺകുട്ടികളല്ലേ എല്ലാം പഠിപ്പിക്കണ്ടേ. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് വട്ടം കേട്ട് തുടങ്ങിയപ്പോൾ അവൾ ചായ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ. ഓട്ടോമാറ്റിക്കായിട്ട് ഭാവിയിൽ അവർ യൂട്യൂബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ സമയത്ത് ഉണ്ടാക്കാൻ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത് അത്ര വലിയ കേസൊന്നുമല്ല. ഈ അടുക്കളപ്പണി ആയാലും ക്ലീനിങ് ആയാലും നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ പാചകം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട് വളർന്നുള്ളത് ഈ അന്യ വീട്ടിൽ പോയി പാചകം ചെയ്യാൻ പഠിക്കണമെന്ന്. അത് ശരിക്കും ഞാൻ കുറച്ച് വലുതായപ്പോഴേ എന്തൊരു വിഡിത്താന്നുള്ളത് ചിന്തിച്ച്. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലത്തെ പാചകമാവില്ലേ അവിടെ. പിന്നെ എൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പം കിട്ടുന്ന ടേസ്റ്റ് ആവില്ലേ അന്നുണ്ടാവുക. അന്നത്തെ ടേസ്റ്റല്ല ഇപ്പം എനിക്ക്. അപ്പോൾ അത് മുന്നേ കൂട്ടി പഠിച്ച് വയ്ക്കണത് എന്തിനാന്നുള്ളത് അത് വേസ്റ്റാണത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് രാമശ്ശേരി ഇട്ടിൽ വരെ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. ഇതിനു വേണ്ടി ഇങ്ങനെ ജീവിതം പാഴാക്കണം. അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ അതാണ് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഫ്യൂച്ചർ എത്രയും ഡെവലപ്മെൻ്റ് ആക്കുക, അറിവ് നോളേജ് ഉണ്ടാക്കുക, വായിക്കുക. അപ്പോൾ അവൾക്ക് ഒരു 95-ലധികം ബുക്കുകൾ തന്നെ എൻ്റെ പാർട്ണർ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ ഉള്ള അവളുടെ സ്റ്റേജ് അനുസരിച്ച് KG സെക്ഷൻ തൊട്ടിട്ട് അവളുടെ കളക്ഷനിൽ ഒരു 100-ലധികം ബുക്കുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും റീഡിങ് ഉണ്ട് അവൾക്ക്. അപ്പോൾ എൻ്റെ പ്രായത്തിലൊന്നും അതൊന്നും എനിക്ക് ഒട്ടും സാധിക്കാത്തതാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും. നമ്മുടെ കൊറോണ കാലത്ത് എവിടെയായിരുന്നു ഈ വ്യക്തികളും അതിനോട് ബന്ധപ്പെട്ടതൊക്കെ മാറി നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേശ്ശെ വളർന്നു വന്നു. നമ്മളെ അധ്യാപകരാണ് നമ്മളെ കൂടുതൽ ഭക്തരാക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥന തൊട്ട് പിന്നെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ കാര്യം നടന്ന ഒരു പൂവും ചന്ദനത്തിരിയും കത്തിച്ച് പൂജ ചെയ്ത് തുടങ്ങിയിട്ടാണ് എല്ലാ സർക്കാർ ഓഫീസുകളിലടക്കം ചെയ്യുന്നത്. ആ ഒരു വിധം മാറ്റി കഴിഞ്ഞാൽ 2 തലമുറകൾക്ക് ശേഷം ശരിയായി വരും. പെട്ടെന്നൊന്നുമില്ല. കാരണം നമ്മുടെ കാരണന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച് വരുന്ന വിഷയം അതാണല്ലോ. അപ്പോൾ കൊറോണ കാലത്ത് ഉണ്ടായിരുന്ന ആ പോരായ്മകൾ നമ്മൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അന്ന് ഇതിനൊന്നും സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആരും അമ്പലത്തിൽ പോയില്ല. അമ്പലക്കാരൊക്കെ ഭക്ഷണിയായി, സർക്കാർ എയ്ഡ് കൊടുക്കേണ്ടി വന്നു.
ഇപ്പം അങ്ങനെയല്ല, കയ്യിലുള്ള കാശിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കൂടുതൽ പണിയെടുക്കുന്നത് അമ്പലത്തിൽ കൊടുക്കാനാണ്. കുറച്ച് കൊടുത്താൽ അവിടെ കൂടുതൽ പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ജന്മത്തിലേക്ക് കിടക്കാൻ. അപ്പോൾ അതെന്താണ് എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിവിടെ കുറവാണ്. അതെ, ഇപ്പോൾ കൊറോണ സമയത്ത് എല്ലാവരും ദൈവങ്ങളൊക്കെ ഉള്ളിലായിരുന്നു, അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ദൈവങ്ങളെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ്, അപ്പോഴും അതും സാമ്പത്തികത്തെ ആശ്രയിച്ചാണ് ദൈവങ്ങൾ ഇരിക്കുന്നത്. പിന്നെ അവർക്കും പേടിയുണ്ട്, അവിടെ പോയാലും മനുഷ്യർ തന്നെയാണ് ഇതിന് പിന്നിൽ. അപ്പോൾ കൊറോണ പിടിക്കും, ദൈവം രക്ഷിക്കില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പാലിക്കാതെ എടുക്കുമല്ലോ. എന്തായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അല്ല, അവസാനത്തെ ഒരു ചോദ്യം, ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വരാൻ, അതായത് ഈ ഒരു ചിന്താധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാരായിരുന്നാലും ആരോടെ ആയിരുന്നാലും മാഡത്തിന് പറയാനുള്ള എന്താണ്? ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ഇപ്പോൾ രജിസ്റ്റർ മാരേജ് യുക്തിവാദികൾ ചെയ്തു വെച്ചപ്പോഴാണ് ഒരു ധൈര്യം പലർക്കും കിട്ടി തുടങ്ങി. ആ ഫീൽഡിലേക്ക് ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. രജിസ്റ്റർ മാരേജ്, അതുപോലെ സ്ത്രീധനം വേണ്ട എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീധനത്തിന് പേര് മാറ്റിയെന്നേ ഉള്ളൂ, സമ്മാനം എന്ന് ആക്കിയെന്നേ ഉള്ളൂ. ആ സമ്മാനം കൊടുക്കുന്നത് ഇപ്പോഴും നിർത്തലാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ചാരിറ്റിക്കാരും വന്നിട്ട് ഏറ്റെടുത്തിട്ട് ഇത് നടത്തിയിട്ട് 10 പവൻ കൊടുത്തു, 20 പവൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ പല പെൺകുട്ടികളും വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പാതി വഴിയിൽ നിർത്തിയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പത്രത്തിലും ഇതിലൊന്നും പരസ്യം കൊടുക്കാതെ തന്നെ പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും ആ തുക ചിലവാക്കി കഴിഞ്ഞെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് നിലനിൽക്കും. ഇത് ഈ സ്ത്രീധനം കൊടുത്തത് ഗോൾഡ് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇവർ മേലോട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് വരിക. അത് അല്ല വേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് പുലർത്തേണ്ടതിന്റെ ആവശ്യകത എന്ത്? അത് ആവശ്യമുണ്ട്. അപ്പോൾ മെച്ചേർഡാവാനും എല്ലാം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്. പിന്നെ പെൺകുട്ടികൾ അങ്ങനെ സ്വയം പര്യാപ്തമായ ദാരിദ്ര്യം കുറയുള്ളൂ, അല്ലാതെ ദാരിദ്ര്യം സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പറ്റുകയുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഒരു യുക്തിവാദ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ കൂടെ നടത്തുന്ന ഒരു വെല്ലുവിളിയും കൂടിയാണ്, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംഭവം കൂടിയാണ്. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഒരുപാട് സമയലാഭം, ഊർജ്ജലാഭം, പണലാഭം എല്ലാം ഉണ്ടാകും. ആദ്യമൊക്കെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലാതെ പിന്നീട് വലിയ പ്രശ്നമില്ല, ജീവിതം വളരെ സുഖകരമായിട്ട് പോകും. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.